വെള്ളം ഇവര് പറയുന്നത് 29ന് ഒരു റിപ്പോർട്ട് എടുത്തിട്ട് ആ റിപ്പോർട്ട് പ്രകാരം നോക്കിക്കഴിയുമ്പോൾ ഈക്കോളി വൈറസ് വളരെ കൂടുതലായിട്ട് പ്രസന്റ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം എടുത്തിരിക്കുന്നത് നമ്മളുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നതിന് മുമ്പുള്ള സ്ഥലത്തു നിന്നാണ് ഇവരുടെ ഈ സാമ്പിൾ എടുത്തവർ പറയുന്നത്. അപ്പൊ ഇത് കറക്റ്റായിട്ട് ഈ സാമ്പിൾ എവിടെ നിന്ന് എടുത്തു എന്നുള്ളത് അതില് റെയിൻ വാട്ടർ സമ്പ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യണം ഒന്ന്. പിന്നെ രണ്ടാമത്തത്, എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് വന്നിട്ടില്ല എന്നുള്ളത്, ഒരു ജീവൻ അപകടം വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ചെറിയ കുട്ടികൾക്ക്, റെസിസ്റ്റൻസ് കുറഞ്ഞവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഹെൽത്തിന്റെ ഇഷ്യൂ, വലിയ ഇഷ്യൂ തന്നെയാണ്. അത് 6000-ഓളം പേര് ഇവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇത് അറിയിച്ചില്ല എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ്. അത് മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെയാണ് ചെയർപേഴ്സണെ അറിയിക്കുന്നത്, DMO വന്ന ശേഷം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിലേ ഒക്കെ വന്നിട്ടാണെങ്കിലും ഞാൻ ചോദിച്ചപ്പോൾ സാമ്പിൾ എടുത്തു എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോൾ സാമ്പിൾ ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. സാമ്പിൾ ഇപ്പൊ എടുക്കുന്നതേ ഉള്ളൂ. ഇന്നലെയും മിനിഞ്ഞാന്നും അവധി ആയതുകൊണ്ട് സാമ്പിള് കളക്ട് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും ഒരു ഇഷ്യൂ വരുമ്പോ സാമ്പിള് എന്ത് അവധിയുണ്ടെങ്കിലും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ സാമ്പിൾ എടുക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരുപാട് പേര് ഇത് വലിയ ഇഷ്യൂ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒട്ടനവധി പേര് പ്രശ്നമാണെന്ന് തന്നെ പറയുന്നുണ്ട്. 1 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ കരയുന്നത് കേട്ടപ്പോൾ വളരെ വേദന തോന്നി. എന്തെന്ന് വെച്ചാൽ ആ കുഞ്ഞിന് പറയാനും അറിയില്ല, കുട്ടിയുടെ അസുഖം മാറുന്നുമില്ല, അവർക്ക് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള ഇഷ്യൂസാണ്. എന്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് സാധാരണ വയറിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നോക്കാനൊക്കെ പറ്റും. അതിനേക്കാളും ഇഷ്യൂസ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നടക്കുന്നവർക്ക് വളരെ പ്രയാസമുണ്ട്. അപ്പൊ ഇത് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും ഇത് കളക്ടറിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കളക്ടറെ വിളിച്ച് അറിയിക്കുകയും അദ്ദേഹം തന്ന ഒരു ലെറ്റർ അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തുള്ള DMOനെ അറിയിച്ചിട്ടുണ്ട്. DMO മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. DMO എല്ലാ ഡിപ്പാർട്ട്മെന്റിനോടും ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് വർക്കേഴ്സ് കൂടുതൽ പേര് വന്നിട്ട് ഇവിടെ എല്ലാവരെയും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോ അതുകൂടാതെ ആശ്രം മെഡിസിറ്റിയിൽ നിന്ന് ഡോക്ടറും അതുപോലെ തന്നെ നഴ്സസും ഒക്കെ ഇവിടെ വന്നിട്ട് എല്ലാവരെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മൾക്ക് കൺട്രോളബിൾ ആണ്. എന്നാലും ഇത്രയധികം 6000-ഓളം പേര് ഇവിടെയുണ്ട് എന്നുള്ളത് കൊണ്ട് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൽ ഒരു ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. ഇത് പറയുമ്പോഴും എനിക്ക് ഏറ്റവും വലിയ കാര്യം പറയാനുള്ളത്, ഈ വെള്ളത്തിൽ നിന്ന് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ തൃക്കാക്കരയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ളാറ്റ് സമുച്ചയങ്ങളുള്ള സ്ഥലമാണ്. ഇവർക്കൊക്കെ വാട്ടർ അതോറിറ്റി 990-ൽ ഉണ്ടായിരുന്ന ഒരു പോപ്പുലേഷൻ വെച്ചിട്ടാണ് വാട്ടർ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത്രയധികം ആളുകൾ ഇവിടെ താമസിച്ചിട്ടും അതിനുള്ള വെള്ളം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇവര് ടാങ്കർ ലോറികളിലൊക്കെയാണ് വെള്ളം അടിക്കുന്നത്. ഈ ടാങ്കർ ലോറികളിൽ അടിക്കുന്ന വെള്ളം എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ളത് നമുക്ക് സംശയമാണ്. എല്ലാ ദിവസവും കൊണ്ടുവരുന്ന വെള്ളം, ആ വെള്ളം പരിശോധിച്ചിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇവരെല്ലാം നല്ല രീതിയിൽ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഞാൻ ആ സിസ്റ്റം എല്ലാം ഇത്രയും നേരം നിങ്ങളെ കാത്തിരുത്തിയതിന്റെ കാരണം അതെല്ലാം പോയി പരിശോധിച്ചിട്ടാണ് വന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലോറിനേറ്റ് ചെയ്തൊക്കെയാണ് വെള്ളം കൊടുക്കുന്നത്. ട്രീറ്റ്മെന്റ് പ്ലാന്റും ഒക്കെയുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ട് ചേംബറിലൂടെ കടന്നിട്ട് തന്നെയാണ് വെള്ളം പോകുന്നത്. പക്ഷെ എന്നാലും ഇതിങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ DMO ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞത് ക്ലോറിനേഷൻ ചെയ്യുന്നത് ഡബിൾ ക്ലോറിനേഷൻ ചെയ്യാനും അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്നത് 25 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും മിനിമം വെള്ളം തിളപ്പിച്ചിട്ട് വേണം ആ വെള്ളം കുടിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സാമ്പിൾ പരിശോധിച്ചിട്ട് കൂടുതൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ വെള്ളം എംപ്റ്റി ചെയ്തുകൊണ്ട് തന്നെ ഇത് കൊടുക്കേണ്ടി വരും. മുഴുവൻ വെള്ളം എംപ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ താമസിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് ഒരു വേറെ മാർഗമില്ല എന്നുള്ളത് കൊണ്ടാണ്
ഈ ഡബിൾ ക്ലോറിനേഷൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റ് അധികൃതരെല്ലാം ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോ നമ്മളുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഇവിടെ വന്നിട്ടുണ്ട് വെള്ളമെല്ലാം പരിശോധിക്കാനായിട്ട്. ഒഴുകുന്ന വെള്ളം എവിടെയെങ്കിലും ഉള്ളിൽ കടക്കുന്നുണ്ടോ എന്ന് നോക്കാനും, അതുപോലെ 2 or 3 കിണറുകൾ ഇവര് പുതിയത് സ്ഥാപിച്ചിട്ടുണ്ട്. അതില് സീവേജ് ഓപ്പണിംഗ് പോലും പല സ്ഥലത്തു നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വെള്ളമായിരിക്കാം എന്ന് പറയുന്നു. പക്ഷേ ഇവരുപയോഗിക്കുന്ന ടാങ്കിലേക്കെല്ലാം ഇവര് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മള് ഇത് നന്നായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്രയധികം പേർക്ക് മെഡിക്കൽ സംവിധാനം ഇപ്പോൾ ഒരുപാട് പേര് ആശുപത്രിയിലുണ്ട്. എല്ലാവരും തന്നെ പറയുന്നത് 2 ദിവസം കഴിയുമ്പോൾ വരാൻ പറ്റുന്നുണ്ടെന്നാണ്. പക്ഷേ മെഡിക്കൽ ഇനിയും ആവശ്യം വരുമെങ്കിൽ അതിനുള്ള സംവിധാനം ഇവിടെ തന്നെ ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ്. സത്യത്തില് ഇത് ഞാൻ ഇന്നലെയാണ് നമ്മളുടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ അവിടുത്തെ ഡയറക്ടർ ഡോക്ടർ സുകുമാരൻ പറയുമ്പോൾ അറിയുന്നത് 40ഓളം പേര് അവിടെ ചെന്നിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു മാസ് എൻട്രി ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ അതപ്പോ തന്നെ DMOനെ റിപ്പോർട്ട് ചെയ്യുകയും അതിന് ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ഇത് ഇങ്ങനെ പബ്ലിക് ആക്കിയിട്ടുള്ള കാര്യമല്ല. അതിനു മുമ്പ് തന്നെ ഇതിനൊരു ഇന്റർവെൻഷൻ ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അല്പനേരം പറഞ്ഞു ടാങ്കർ ലോറിയിലെ വെള്ളം എത്രത്തോളം വിശ്വസനീയമാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് തൃക്കാക്കര മേഖലയിലാണ് ഏറ്റവും അധികം ടാങ്കർ ലോറികൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ മാഡം അത് സംബന്ധിച്ച് പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു? അല്ല, ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാൻ ഇവരോട് പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ ഇത്രയും പേർക്ക് കൊടുക്കുന്ന വെള്ളം എല്ലാ ദിവസവും അതിന്റെ ഒരു സാമ്പിള് എത്ര ടാങ്കർ വന്നാലും സാമ്പിള് ഒന്ന് എടുത്തു വെച്ചിട്ട് അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ ഇത്രയും പേരുടെ ഒരു ഹെൽത്തിനെ അതിനൊരു കൺസേൺ ഇല്ലാതെ പോകരുത് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. അത് നമുക്ക് എവിടുന്ന് കൊണ്ടുവരണം വെള്ളം? അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ ടാങ്കർ ലോറികൾ ഡ്രിങ്കിംഗ് വാട്ടർ എന്ന് എഴുതി പോകുന്നത് രാത്രി കാലങ്ങളിൽ വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ടും പിടിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ എല്ലാ ദിവസത്തെയും എല്ലാ ലോറികളും എൻട്രി ചെയ്യുമ്പോൾ തന്നെ സാമ്പിള് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? വൈറൽ ഇൻഫെക്ഷൻ ഏതെങ്കിലും എന്താണ് പറയുന്നത്? ഈ കോളി വൈറസ് കൂടുതലാണെന്നാണ് പ്രസന്റ് ആയതാണ് കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഡീറ്റെയിൽഡ് പരിശോധന കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഉണ്ടാവുന്നത് എല്ലാവർക്കും വയറിളക്കവും ഛർദിയും പനിയും ഒക്കെയാണ്. അപ്പൊ വയറിളക്കവും ഛർദിയും ഉണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡീഹൈഡ്രേഷൻ വരും, പനി വരും. അത് നമുക്ക് സാധാരണയായിട്ട് തന്നെ അറിയാം. ചിലപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൊടുത്താൽ വീണ്ടും ഛർദിക്കും എന്നുള്ളതുകൊണ്ട് കുടിക്കൂല. അപ്പൊ അതിനൊക്കെ ശരിക്കും മെഡിക്കൽ ഒരു പരിശോധന തന്നെ വേണോ? വലിയ ആൾക്കാരാകുമ്പോൾ ORS ഒക്കെ കുടിക്കും, ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഇടപെടൽ ഇതിനുണ്ടാവണം. മിനിസ്ട്രി വിവരമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സഹായവും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.